ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ബൈബിൾ സ്പന്ദനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആണ്ടുവട്ടം 18-ാം ഞായറിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഈ ആഴ്ച ധ്യാനിക്കുവാനായിട്ട് സഭാമാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം എന്നുള്ളത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വചനഭാഗത്തിന് ബൈബിളിൽ നൽകിയിരിക്കുന്ന തലക്കെട്ട് വളരെ പ്രസിദ്ധമാണ്: ഭോഷനായ ധനികൻ. ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആഴവും അടിസ്ഥാനപരവും ആത്മശോധനാ വിധേയവുമായ ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് എന്താണ്? അത് ബുദ്ധിയാണോ, ശക്തിയാണോ, അറിവാണോ, ജ്ഞാനമാണോ, യുക്തിയാണോ, കഴിവാണോ, സൗന്ദര്യമാണോ, സമ്പത്താണോ, ധനമാണോ? എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്? ഇതൊക്കെയാണോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഉപരിയായ മറ്റെന്തെങ്കിലുമാണോ നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്? ലോകത്തിലെവിടെയും ഏത് സ്വത്ത് വിഭജനത്തിൻ്റെ കാര്യമെടുത്ത് നോക്കിയാലും അവിടെയൊക്കെ എപ്പോഴും നിലച്ചു നിൽക്കുന്ന ഒരു പ്രധാന ഘടകമെന്നുള്ളത് അത്യാഗ്രഹവും ആർത്തിയും സ്വത്ത് സമ്പാദനത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹവുമാണ്. അത് യേശുനാഥൻ ഈ ഉപമയിൽ വളരെ സുവ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. ധനം അതിൽ തന്നെ നല്ലതോ മോശമോ അല്ല. എന്നാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മുൻഗണനകളെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവത്തെ രൂപീകരിക്കുവാനായിട്ട്, ക്രമപ്പെടുത്തുവാനായിട്ട്, നിശ്ചയിക്കുവാനായിട്ട് ധനം അതിൻ്റെ മുന്നിലെത്തിച്ചേരുമ്പോൾ, ആർത്തി അല്ലെങ്കിൽ അത്യാഗ്രഹം അതിൻ്റെ മുന്നിലെത്തിച്ചേരുമ്പോഴാണ് എല്ലാ കുഴപ്പങ്ങളും ആരംഭിക്കുന്നത്. ഈ സുവിശേഷ ഭാഗം നമ്മുടെ മുന്നിൽ ചുരുൾ നിവർത്തുന്ന ചില സുപ്രധാനമായ വിഷയങ്ങളുണ്ട്. ഒന്നാമത്തേത്, ജീവിതത്തിൽ ധനത്തിനുള്ള പ്രാധാന്യം എന്താണ്? രണ്ടാമത്തേതായിട്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന മുൻഗണനകൾ ഏതൊക്കെയാണ്? എന്തിനൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുൻഗണനകൾ നൽകുന്നത്, അല്ലെങ്കിൽ മുൻഗണനകൾ നൽകേണ്ടത്? മൂന്നാമത്തെ ചോദ്യം ഇതാണ്: നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ അർത്ഥം സമ്പത്തിൽ അധിഷ്ഠിതമാണോ, അതോ അതിനേക്കാൾ ഉയരുന്ന ആത്മീയതയിൽ അധിഷ്ഠിതമാണോ എന്നൊക്കെയാണ്. ഇന്നത്തെ സുവിശേഷം നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ, ഒരു മനുഷ്യൻ തൻ്റെ കുടുംബത്തിലെ ഒരു സുപ്രധാന പ്രശ്നവുമായിട്ട് യേശുനാഥൻ്റെ അടുക്കൽ വന്നിട്ട് അതിൻ്റെ ന്യായാധിപനായി നിൽക്കുവാനും അതിലൊരു തീരുമാനം കൈക്കൊണ്ട് അവരെ അനുഗ്രഹിക്കുവാനുമായിട്ട് ഒരാവശ്യവുമായിട്ട് ഒരാൾ യേശുവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. യേശുനാഥൻ അയാളുടെ ആ ആവശ്യത്തിന് നേരിട്ട് മറുപടി നൽകുന്നതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാ മനുഷ്യരെയും എക്കാലവും ആഴത്തിൽ ചിന്തിക്കുവാനും ഒരു ആധികാരികമായ നീതി നടപ്പിലാക്കുവാനായിട്ട് ഓരോ വ്യക്തി ജീവിതത്തിൻ്റെയും സ്വഭാവത്തിൽ വരുത്തേണ്ട ഗുണപരമായ മാറ്റങ്ങളെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ആഴമായ പരിവർത്തനം ഒരു ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് കാരണമാകത്തക്ക രീതിയിൽ മനോഹരമായൊരു സുവിശേഷം, മനോഹരമായൊരു ഉപമയിലൂടെ അവിടെ നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യേശുനാഥൻ നിർദ്ദേശിക്കുന്ന പരിഹാരം സ്വത്ത് വിഭജിച്ച് കൊടുക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല. എങ്കിലും യേശുനാഥൻ നിർദ്ദേശിക്കുന്ന പരിഹാരം നേരിട്ടല്ല, മനുഷ്യജീവിതത്തെ ഒളിഞ്ഞും തെളിഞ്ഞും ബാധിക്കുന്ന ആഗ്രഹത്തെയും ആർത്തിയെയും പറ്റി സൂചിപ്പിച്ചുകൊണ്ടാണ് യേശുനാഥൻ ഈ ഉപമ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് നമ്മെ എല്ലാവരെയും ബോധ്യപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നതുമാണ്. ഇന്നത്തെ ഉപമയിലെ ഈ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ വിളവിൽ സമൃദ്ധമായ വിളവുണ്ടാകുന്നു. ഒരുപക്ഷെ നല്ല മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലിക്കാരൊക്കെ അതിനകത്ത് വളമിട്ട് വെള്ളമൊഴിച്ച് ആ വർഷം അദ്ദേഹത്തിന് സമൃദ്ധമായ വിളവുണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ കൃഷിഭൂമിയിൽ സമൃദ്ധമായ വിളവുണ്ടാകുമ്പോൾ അദ്ദേഹം ഒരല്പം കൂടി ദാനശീലനാകുന്നതിനേക്കാൾ ഉപരിയായിട്ട്
അദ്ദേഹം ഒരല്പം കൂടി സ്നേഹസമ്പന്നനാകുന്നതിനുപരിയായിട്ട് അദ്ദേഹം ഒരല്പം കൂടി ദൈവത്തിന് കൃതജ്ഞതയുള്ളവനായി നിന്നുകൊണ്ട് തനിക്ക് ലഭിച്ച ഈ സമ്പത്ത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു തുറവിയുടെ മനോഭാവം ഉണ്ടാകുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് അപകടകരമാം വിധം തിരിയുന്ന ഒരു സ്വാർത്ഥനായി തീരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. കാരണം അദ്ദേഹം സ്വന്തമായി തിന്നുവാനും കുടിക്കുവാനും ആ കിട്ടിയിരിക്കുന്ന സമ്പത്ത് മുഴുവൻ ആരുമായി പങ്കുവയ്ക്കാതെ തനിക്ക് വേണ്ടി മാത്രം ശേഖരിച്ചു വയ്ക്കുവാനായിട്ട് തനിക്കിപ്പോൾ തന്നെയുള്ള അറപ്പുരകളൊക്കെ പൊളിച്ചു പണിത് അതിനേക്കാൾ കുറെ കൂടി വലിയ അറപ്പുരകളൊക്കെ ഉണ്ടാക്കി അതിൽ തനിക്ക് വേണ്ടി മാത്രം ഈ സ്വത്തുക്കളെല്ലാം കരുതി വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്വാർത്ഥനായി തീരുന്ന ഇവനെയാണ് യേശുനാഥൻ വിളിക്കുന്നത് ഭോഷനായ ധനികനെന്ന്. ഓർക്കുക, യേശുനാഥൻ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ആരെങ്കിലും വിഡ്ഢിയെന്നോ ഭോഷ എന്ന് വിളിച്ചാൽ നരകാഗ്നിക്ക് പോകുമെന്ന് പറഞ്ഞ അതേ യേശുനാഥൻ ഈ കോണ്ടെക്സ്റ്റിൽ ഇയാളെ ഭോഷനായ ധനികനെന്ന് വിളിക്കുന്നുവെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണവും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. കാരണം ഈ ആർത്തി അല്ലെങ്കിൽ അത്യാഗ്രഹം മനുഷ്യൻ്റെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന അല്ലെങ്കിൽ നാശോന്മുഖമായി ബാധിക്കുന്ന 5 തത്വങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. എന്താണ് ഈ 5 തത്വങ്ങൾ? ഒന്നാമതായിട്ട്, ആർത്തി അല്ലെങ്കിൽ അത്യാഗ്രഹം മനുഷ്യൻ്റെ ജീവിതായുസ് കുറയ്ക്കും. ഒരൊട്ടും സന്തോഷമില്ലാത്ത മനുഷ്യർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, അത്യാർത്തി കൊണ്ട് സ്വത്ത് സമ്പാദനത്തിന് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച് ജീവിക്കുവാൻ മറന്നു പോകുന്ന, സ്വത്ത് സമ്പാദനത്തിന് വേണ്ടി രാവും പകലും ഊണും ഉറക്കവും കളഞ്ഞ് നടക്കുന്നവരാണ് ജീവിതത്തിൻ്റെ ആയുസ് കുറഞ്ഞ നിർഭാഗ്യവാന്മാരായ മനുഷ്യർ. ആർത്തി അല്ലെങ്കിൽ അത്യാഗ്രഹം ഒരു മനുഷ്യരെ കൊണ്ടെത്തിക്കുന്നത് അവിടെയാണ്. ഉണ്ടാക്കുക, എത്രമാത്രം ഉണ്ടാക്കി കഴിഞ്ഞാലും സംതൃപ്തി വരാത്തിടത്തോളം ഉണ്ടാക്കുകയും എന്നാൽ ഉണ്ടാക്കുന്നതിൻ്റെ 10% പോലും അനുഭവിക്കുവാനായിട്ട് സമയം കണ്ടെത്താതെ ആനന്ദം കണ്ടെത്താതെ കടന്നു പോകുന്നവരാണ് ഒരു മനുഷ്യൻ. അതാണ് അത്യാഗ്രഹം അല്ലെങ്കിൽ ആർത്തി ഒരു മനുഷ്യനെ ഏറ്റവും ആദ്യമായി ബാധിക്കുന്ന ഒരു ദുർഗുണം എന്നുള്ളത്. രണ്ടാമതായിട്ട്, അത്യാഗ്രഹം മനുഷ്യനെ അന്ധനാക്കി മാറ്റും, കണ്ണ് കാണുന്ന അന്ധനാക്കി മാറ്റും. ഈ ഉപമയിൽ നമ്മൾ കാണുന്നതാണ്, അദ്ദേഹത്തിന് സമൃദ്ധമായ വിളവുണ്ടാകുന്നു. ആ വിളവുണ്ടാകുമ്പോൾ ആ വിളവുണ്ടാകുവാനായിട്ട് തൊഴിലെടുത്ത തൊഴിലാളികൾക്ക് സമൃദ്ധമായിട്ട് ദാനം ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം ഈ വിളവിന് മുന്നിൽ, സമൃദ്ധമായ സമ്പത്തിന് മുന്നിൽ അന്ധനായി തീരുന്നതായിട്ടാണ് നാം കാണുന്നത്. ഇതെല്ലാ മനുഷ്യർക്കും സംഭവിക്കാവുന്നതാണ്. ആർത്തി അല്ലെങ്കിൽ അത്യാഗ്രഹം, സ്വത്ത് സമ്പാദനത്തിന് വേണ്ടിയുള്ള ഒടുങ്ങാത്ത ഓട്ടം നമ്മളെ കണ്ണ് കാണുന്ന അന്ധരാക്കി മാറ്റും. അതാണ് ഒരു ആർത്തിയുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന രണ്ടാമത്തെ പ്രതികൂലമായ നാശോന്മുഖമായ തത്വം എന്നുള്ളത്. മൂന്നാമതായിട്ട്, അത്യാഗ്രഹം നമ്മളെ നൽകുന്നവരിൽ നിന്ന് കവർന്നെടുക്കുന്ന വ്യക്തിത്വങ്ങളിലേക്ക് അധപ്പതിപ്പിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ആർത്തിയുള്ളവന്, അത്യാഗ്രഹമുള്ളവന് സ്വന്തമായി ഉണ്ടായിരിക്കെ തന്നെ മറ്റുള്ളവരുടേത് കൂടി കരസ്ഥമാക്കുവാനായിട്ടുള്ള നെട്ടോട്ടവും അത്യാഗ്രഹവുമായിരിക്കും. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്ത എപ്പോഴും തനിക്കുള്ളത് ആസ്വദിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ മറ്റുള്ളവരുടേത് കൂടി കവർന്നെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രതികൂലമായ സ്വഭാവത്തിലേക്ക് നീങ്ങുന്നതാണ് ഈ അത്യാഗ്രഹവും ആർത്തിയുമുള്ള ആളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മൂന്നാമത്തെ ദുർഗുണം എന്നുള്ളത്. നാലാമത്തെ ദുർഗുണം എന്നുള്ളത്, അത്യാർത്തിയും അത്യാഗ്രഹവും ഉള്ളവന് ബന്ധമായാൽ പോലും മാനുഷിക ബന്ധങ്ങൾ എല്ലാ മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. എന്നാൽ അത്യാഗ്രഹമുള്ളവനും ആർത്തിയുള്ളവനും ബന്ധമായാൽ പോലും വാരിക്കൂട്ടുക, സ്വത്ത് സമ്പാദിക്കുക എന്ന ത്തിലേക്ക് നിബന്ധിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതാണ് അത്യാഗ്രഹവും ആർത്തിയുമുള്ള ഒരു മനുഷ്യനെ ബാധിക്കുന്ന അഞ്ചാമത്തെ ദുർഗുണപരമായ തത്വം എന്നുള്ളത്. അഞ്ചാമത്തേതാകട്ടെ, അത് ഒരു ദൈവാശ്രയ ബോധത്തിൽ നിന്ന്, ആർത്തിയുള്ളവനും അത്യാഗ്രഹമുള്ളവനും ഒരു ദൈവാശ്രയ ബോധത്തിൽ നിന്ന് സ്വാശ്രയ ബോധത്തിലേക്ക് നിബന്ധിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അത് ഈ ഉപമ വളരെ മനോഹരമായിട്ട് നമ്മുടെ മുന്നിൽ വിവരിച്ചു തരുന്നുണ്ട്.
ഒരുപക്ഷെ നമുക്ക് ഭൗതികമായ ധാരാളം സമ്പത്തുണ്ടാകാം, ധാരാളം സ്വത്തുവകൾ ഉണ്ടായിരിക്കാം, പലയിടങ്ങളിൽ നമുക്ക് സമ്പത്ത് കരുതി വെച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെ ഭൗതിക സമ്പത്തിലുള്ളതിൽ 99% ആത്മീയമായ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്, ആത്മീയമായ ശുഷ്കത അനുഭവിക്കുന്നവരാണ്, ആത്മീയമായ സന്തോഷരാഹിത്യം അനുഭവിക്കുന്നവരാണ് ഭൗതിക സമ്പത്തിന് മുകളിലിരുന്ന് ദാരിദ്ര്യം നുകരുന്നവർ. ഇതാണ് യേശുനാഥൻ ഇന്നത്തെ ഉപമയിൽ നമ്മുടെ മുന്നിലും അവതരിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു യാഥാർത്ഥ്യമാണ് ന്യൂസ് എന്നുള്ളത്. ഒരു വാർത്ത അതിന് ആധികാരികതയുണ്ടാകണമെങ്കിൽ, അതിന് സമഗ്രതയുണ്ടാകണമെങ്കിൽ അത് ഈ പ്രപഞ്ചത്തിൻ്റെ 4 ദിക്കുകളിൽ നിന്ന് വരുന്ന വാർത്തകളായിരിക്കണം. അതുകൊണ്ടാണ് വാർത്തയ്ക്ക് ന്യൂസ് എന്ന് പറയുന്നത്. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്നുള്ളത്. അതല്ലെങ്കിൽ വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, അവിടെ നിന്ന് വരുന്നതായിരിക്കണം വാർത്തകൾ എന്നുള്ളത്. അങ്ങനെ വരുന്ന വാർത്തകളായിരിക്കും സമഗ്രതയുള്ള, ആധികാരികതയുള്ള വാർത്ത. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ആധികാരികത നൽകുന്ന, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് സമഗ്രത നൽകുന്ന 4 സുപ്രധാനമായ ഘടകങ്ങൾ ഇന്നത്തെ ഉപമയിൽ യേശുനാഥൻ നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് വിശദീകരിച്ചു തരുന്നുണ്ട്. എന്താണ് ഈ 4 ഘടകങ്ങൾ? ഒന്നാമതായിട്ട് വിശ്വാസം എന്നുള്ളതാണ്. ഓരോ മനുഷ്യനും ദൈവത്തിലുള്ള ആധികാരികമായ അടങ്ങാത്ത വിശ്വാസമാണ് ആ മനുഷ്യനെ നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ദൈവമില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് സങ്കീർത്തകൻ 73-ാം സങ്കീർത്തനം 22-23 വാക്യങ്ങളിൽ പറയുന്ന ഇപ്രകാരമാണ്: ദൈവമില്ലാതിരുന്നപ്പോൾ, എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ലാതിരുന്നപ്പോൾ ഞാൻ വെറും ക്രൂരനായൊരു മൃഗമായിരുന്നു. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് മനുഷ്യനായി മാറുന്നത്? എപ്പോഴൊക്കെയാണോ ദൈവം എൻ്റെ വലതുകരം പിടിക്കുന്നത്, ദൈവവുമായി ഞാൻ നിരന്തരം ചേർന്ന് നിൽക്കുന്നത്, അപ്പോഴാണ് ഞാനൊരു മനുഷ്യനായി മാറുന്നത്. അത് വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷ് വെർഷനിൽ അത് പറയുന്നുണ്ട്: ഐ വാസ് എ ബ്രൂട്ട് വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. വീണ്ടും നമ്മൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിനകത്ത് ആർത്തിപൂണ്ട മനുഷ്യനെ, അർത്ഥരഹിതമായി ജീവിക്കുന്ന മനുഷ്യനെ, അല്ലെങ്കിൽ നിരർത്ഥകമായ ജീവിതം നയിക്കുന്നവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് യേശുനാഥൻ പറയുന്നതാണ്: നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുവിൻ. ഈ ലോകത്തിൽ കരുതി വയ്ക്കുന്ന എല്ലാ നിക്ഷേപങ്ങളും നാശത്തിന് വിധേയമാണ്. എന്നാൽ സ്വർഗത്തിൽ നമ്മൾ കരുതി വയ്ക്കുന്ന ആത്മീയമായ സമ്പത്ത് ഒരിക്കലും നശിക്കാത്തതും ഒരു കള്ളനും കവർന്നെടുക്കാൻ സാധിക്കാത്തതുമാണ് എന്ന് യേശുനാഥൻ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിനകത്ത് വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ മനുഷ്യനും നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരു ഘടകമാണ് ദൈവത്തിലുള്ള വിശ്വാസം എന്നുള്ളത്. അത് ഏത് രൂപഭാവങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നതായാലും, ഒരു മനുഷ്യൻ നന്മയുള്ളവനായി മാറണമെങ്കിൽ, ഒരു മനുഷ്യൻ യഥാർത്ഥ മാനുഷിക ഗുണങ്ങളുള്ളവനായി മാറണമെങ്കിൽ, അവൻ എപ്പോഴും ദൈവവുമായിട്ട് വിശ്വസിക്കുകയും ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. 2-ാമത്തെ ഘടകം എന്നുള്ളത് ദാനധർമ്മം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാക്കുവാനായിട്ട് സാധിക്കണം. ഇവന് ഭോഷനായ ധനികൻ എന്ന് വിളിക്കാനായിട്ടുള്ള പ്രധാന കാരണം എന്താണ്? അവന് സമൃദ്ധമായ വിളസമൃദ്ധി ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ദാനം ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവനത് മുഴുവൻ തനിക്കായി കരുതി വെക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ഈ അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം, ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്ന മനോഹരമായ ഒരു ചിത്രം അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 2-ാം അധ്യായം 44 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് രചിച്ചിട്ടുണ്ട്. 4 വചനങ്ങളാണ്. ആ വചനങ്ങളിലാണ് ആഹ്ലാദം അലതല്ലുന്ന, ആഹ്ലാദം നിറഞ്ഞു നിൽക്കുന്ന ഒരു ആദിമ ക്രൈസ്തവ സമൂഹത്തെ ചിത്രീകരിക്കുന്നത്. എന്തായിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആഹ്ലാദത്തിന് കാരണം? അവരുടെ ആഹ്ലാദത്തിന് പ്രധാന കാരണം എന്നുള്ളത് അവരെല്ലാം ദാനം ചെയ്യുവാനായിട്ട് മനസ്സുള്ളവരായിരുന്നു. അവിടെ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്:
കർത്താവായ യേശുവിൽ വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാകുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുസ്വത്തായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏകമനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തുവെന്നാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തെപ്പറ്റി വിവരിക്കുന്ന ആ വിവരണത്തിൽ നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ദാനധർമ്മമാണ് ഒരു മനുഷ്യനാക്കി മാറ്റുന്നത്. ദാനധർമ്മമാണ് മനുഷ്യനെ സ്നേഹിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ദാനധർമ്മമാണ് മനുഷ്യനെ ഉൾക്കൊള്ളുവാനായിട്ട്, അവൻ്റെ ഹൃദയത്തെ മലർക്കെ തുറക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതാണ് ഇന്ന് യേശുനാഥൻ നമുക്ക് നൽകുന്ന, നമ്മളെ ഒരു ആധികാരികമായ വ്യക്തിത്വം രൂപീകരിക്കുവാൻ സഹായിക്കുന്ന രണ്ടാമത്തെ ഘടകം എന്നുള്ളത്. ഒന്നാമത് ദൈവത്തിലുള്ള വിശ്വാസം, രണ്ടാമത് ദാനധർമ്മം എന്നുള്ളത്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് കൃതജ്ഞതയാണ്. എല്ലാറ്റിനും നന്ദിയുള്ളവനായിരിക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിന്, നമുക്ക് ലഭിച്ച സൗന്ദര്യത്തിന്, നമുക്ക് ലഭിച്ച കഴിവിന്, നമുക്കുള്ള ശക്തിക്ക്, നമുക്കുള്ള സമയത്തിന്, നമുക്കുള്ള സമ്പത്തിന്, നമുക്കുള്ള ദാരിദ്ര്യത്തിന്, എല്ലാറ്റിനും നമ്മൾ കൃതജ്ഞതയുള്ളവരായിരിക്കണം. അത് വളരെ മനോഹരമായിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. സങ്കീർത്തനം നമ്മളെടുത്ത് വായിക്കുമ്പോൾ 118 സങ്കീർത്തനം 12, 13 വാക്യങ്ങളിൽ ആ സങ്കീർത്തകൻ പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ സമൃദ്ധമായ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്താണ് പ്രത്യുത്തരം നൽകുക, പ്രതിഫലം നൽകുക? സമൃദ്ധമായ അനുഗ്രഹങ്ങളാണ് കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് സങ്കീർത്തകൻ പറയുന്നു, കർത്താവിന് തിരികെ നൽകുവാൻ സാധിക്കുന്നതൊന്നും എൻ്റെ കയ്യിലില്ല. എന്നാൽ ഞാൻ രക്ഷകയുടെ പാനപാത്രം എടുത്തുയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമെന്നാണ്. ഇതാണ് നന്ദിയുള്ള ഹൃദയം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ സുവിശേഷം പുതിയ നിയമത്തിലെടുത്ത് വായിച്ചു നോക്കിയാൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിനകത്ത് എല്ലാം ലഭിച്ച പൗലോസ് അപ്പോസ്തലൻ ഭൗതികമായതെല്ലാം ഉപേക്ഷിച്ച് സ്വർഗീയമായതെല്ലാം ലഭിച്ച പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. പ്രിയമുള്ളവരെ, ഇതാണ് കൃതജ്ഞതയുള്ള ഹൃദയം എന്നുള്ളത്. ഞാൻ എന്തായിരിക്കുന്നുവോ, അല്ലെങ്കിൽ എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ സിദ്ധിച്ചിരിക്കുന്നുവോ അതെല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ്. അതാണ് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു ഗാനത്തിനകത്ത് പറയുന്നത്. എന്താ പറയുക, എന്താ ഇപ്പോൾ ചെയ്യുക, കൃപയെന്നല്ലാതെ മറ്റെന്താ പറയുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അത്രമാത്രം കൃപ സ്വീകരിച്ച നമ്മൾ അതിൻ്റെ 10 മടങ്ങ് കൃതജ്ഞതയുള്ളവരായി ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നതാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ആദ്യ വളർച്ചയ്ക്ക് സഹായിക്കുന്ന മൂന്നാമത്തെ ഘടകം എന്നുള്ളത്. നാലാമത്തെ ഘടകം എന്നുള്ളത് ഔദാര്യശീലമാണ്. ഔദാര്യശീലം ആരുടെയും ഔദാര്യമല്ല, മറിച്ച് അത് ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്വമാണ് ഔദാര്യം എന്നുള്ളത്. അത് നമ്മുടെ സമയമാകട്ടെ, നമ്മുടെ കഴിവാകട്ടെ, നമ്മുടെ സമ്പത്താകട്ടെ, ഇതൊക്കെ ദൈവരാജ്യ സേവനത്തിനും മനുഷ്യ സേവനത്തിനും വേണ്ടി ഔദാര്യപൂർവ്വം സമർപ്പിക്കുവാനായിട്ട് അതുള്ള എല്ലാവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം, പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ ഏറ്റവും മനോഹരമായ, എക്കാലത്തെയും ഏറ്റവും മനോഹരമായ ഒരു ചാക്രിക ലേഖനത്തിൻ്റെ തലക്കെട്ടാണ് ലൗദാത്തോ സി എന്നുള്ളത്, അങ്ങേക്ക് സ്തുതിയായിരിക്കട്ടെ എന്നുള്ളത്. ഈ ചാക്രിക ലേഖനം ലോകമാസകലം വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നതാണ്. കാരണം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ ലേഖനത്തിൻ്റെ ഉള്ളടക്കം എന്നുള്ളത് ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനായിട്ട്, പ്രപഞ്ചത്തെ സംരക്ഷിക്കുവാനായിട്ട്, മനുഷ്യരെ സംരക്ഷിക്കുവാനായിട്ട്, ഒരു സമത്വസുന്ദരമായ ഒരു ലോകം സൃഷ്ടിക്കുവാനായിട്ടൊക്കെ ലക്ഷ്യം വച്ചിരിക്കുന്ന ചിന്തോദ്ദീപകമായ ഒരു ചാക്രിക ലേഖനമാണ്. ആ ലേഖനത്തിൻ്റെ 159-ാം ഖണ്ഡികയിൽ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം എഴുതുന്നുണ്ട്. ഏറെ ചിന്തോദ്ദീപകമാണ്. ഔദാര്യശീലത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നും ഔദാര്യശീലം നമ്മൾ എപ്രകാരമാണ് ശീലിക്കേണ്ടതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഫ്രാൻസിസ് പാപ്പയുടെ അങ്ങേക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന ലൗദാത്തോ സിയുടെ 159-ാം ഖണ്ഡിക. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. നമ്മെ എല്ലാവരും ഓർമ്മിപ്പിച്ചുകൊണ്ട് പാപ്പ പറയുന്നു, ലോകം നമുക്ക് സൗജന്യമായി ലഭിച്ചതും അന്യരുമായി പങ്കുവെക്കേണ്ടതുമാണ്.
സ്വീകരിക്കുക എന്ന യുക്തിയുടെ ഭാഗമാണ് പരിസ്ഥിതി. ദൈവം ഓരോ തലമുറയ്ക്കും നൽകുന്ന വായ്പയാണ് പരിസ്ഥിതി. മുതലും പലിശയുമടക്കം കേടുപാടുകൾ കൂടാതെ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ നാം ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവരാണ്. പ്രപഞ്ചം തോന്നും പോലെ ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. വാരിക്കൂട്ടുക, സ്വത്ത് സമ്പാദിക്കുക, ആർത്തിയോടുകൂടി, അടങ്ങാത്ത ആർത്തിയോടുകൂടി വീണ്ടും വീണ്ടും ശേഖരിക്കുക എന്നതല്ല മാനുഷികത. മറിച്ച് പ്രപഞ്ചം നമുക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്നതാണ്. ഓരോ തലമുറയ്ക്കും അനുഭവിക്കുവാൻ വേണ്ടി, ഉപയോഗിക്കുവാൻ വേണ്ടി ദൈവം വായ്പയായി നൽകിയിരിക്കുന്നതാണ്. ഒരു വായ്പ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വായ്പ തിരിച്ചടയ്ക്കുക എന്നുള്ളത് ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് വായ്പയായി നൽകിയത് അടുത്ത തലമുറയ്ക്ക് കേടുപാടുകൾ കൂടാതെ കൈമാറുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട്. അതാണ് ഔദാര്യം എന്നുള്ളത്. അത് ആരുടെയും ഔദാര്യമല്ല, മറിച്ച് അത് ഉത്തരവാദിത്വമാണ്. ഈ ഉത്തരവാദിത്തത്തിൽ പരാജയപ്പെടുമ്പോഴാണ് യേശുനാഥൻ ഈ ഭോഷനായ ധനികനെന്ന് അഭിസംബോധന ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ ഞായറാഴ്ച നമ്മൾ ഈ വചനത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആ ഭോഷത്വത്തിൽ നിന്നുയർന്ന ആധികാരികവും സമഗ്രവുമായൊരു വ്യക്തിത്വം വളർത്തിയെടുക്കുവാനായിട്ട് ദൈവത്തിലുള്ള വിശ്വാസം ദൃഢപ്പെടുത്തിക്കൊണ്ട് ദാനധർമ്മം ചെയ്യുവാനായിട്ടുള്ള ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് കൃതജ്ഞതയുള്ള ഹൃദയത്തോടുകൂടി ജീവിച്ച് ഈ പ്രപഞ്ചത്തെ നന്ദിപൂർവം, ഔദാര്യപൂർവം പ്രപഞ്ചത്തിലുള്ളതെല്ലാം എല്ലാവരുമായി പങ്കുവച്ച് ജീവിക്കുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ദൈവോന്മുഖമായ, ആത്മീയമായ, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്ന നല്ലൊരു ജീവിതം പടുത്തുയർത്തുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.